Hello viewers, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എന്താ പറയുക, നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന നല്ല ഭംഗിയുള്ള പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള അജ്രക്കിൻ്റെയൊക്കെ സൈഡ് സ്ലിറ്റഡ് കുർത്തി കളക്ഷൻസുമായിട്ടാണ്. പ്യോർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താഗ്രഹിച്ചോ ആ ഒരു പാറ്റേണാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ കുർത്തീസിൻ്റെയൊക്കെ ക്ലോസ് വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു ബ്ലാക്ക് കളറിൽ നല്ല പ്യോർ ബ്ലാക്കിൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. എൻ്റെ സെക്കൻഡ് വൺ ഈസ് എന്താ പറയുക, ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. പ്യോർ കോട്ടൺ ആണ് എല്ലാം. അടുത്തത് നമ്മുടെ അജ്രക്കിൻ്റെ തന്നെ പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള കോട്ടൺ കുർത്തിയാണ്. ഈ 3 കുർത്തീസാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബ്ലാക്ക് തന്നെ കണ്ടു നോക്കാം. ഈ ഒരു ബ്ലാക്കിൽ സെൽഫ് വർക്കാണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും മിറേഴ്സും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു യോക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങിലാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തി ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നും കൂടി ക്ലോസ് വ്യൂ കാണിക്കുവാണ്. ഇങ്ങനെയാണ് വരുന്നത്. സെൽഫ് വർക്കാണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ പറയുക, ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കളക്ഷൻസ് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ഇതെല്ലാം. 47 ആണ് ലെങ്ത് വരുന്നത്. ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സീ ത്രൂ അല്ല. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ ഒരു അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യോക്കാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നല്ല പ്യോർ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ വേറെ ഇരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസാണ്. 38 ആണ്. എനിക്കൊരു അല്പം യൂസ് ഉണ്ട് ഈ ഒരു സൈസ്. യോക്കൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ബഡ്ജറ്റ് ബൈ ആണ്, അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ. നമുക്ക് അടുത്ത പാറ്റേൺ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡല്ല, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ്. ഒരു ബ്രിക്ക് റെഡാണ് കറക്റ്റ് ഷെയ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സും സ്വീക്കൻസും മിറേഴ്സും ആണ്. നല്ല ഭംഗിയിൽ തന്നെ സെൽഫ് വർക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റേറ്റിന് ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ആ ഒരു ഫാബ്രിക്കിൽ തൊടുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും എത്ര ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ആണ് ലെങ്ത് വരുന്നത്. വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ ഒരു പാച്ച് കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്, പക്ഷെ ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ എന്താ പറയുക, 47 ലെങ്ത്ത്, ടോപ്പ് വിത്ത് ലൈനിങ്. യോക്ക് നല്ലപോലെ തന്നെ കവേർഡ് ആക്കി നല്ല തിക്കാക്കിയാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഈ ഒരു ഷെയ്ഡ് ഒരു രക്ഷയില്ലല്ലേ? നല്ല ഭംഗിയുള്ള കുർത്തീസാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. അതോടൊപ്പം തന്നെ റേറ്റും വളരെ ബഡ്ജറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുർത്തീസാണ് ഇതൊക്കെ. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പലാസോയിൻ്റെ കൂടെ ആണെങ്കിലും സിഗൻ ബോട്ടമിൻ്റെ കൂടെ ആണെങ്കിലും ലെഗിൻസിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണിത്. നമുക്ക് അടുത്ത പാറ്റേൺ ഒന്ന് കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. പ്യോർ അജ്രക്കിലാണ് വന്നിട്ടുള്ളത്. ഇതിലും സെൽഫ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. യോക്കിൽ മെയിൻലി റെയിൻബോ ബീഡ്സ്, അതോടൊപ്പം തന്നെ മിറേഴ്സ്, അതോടൊപ്പം തന്നെ സ്വീക്കൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു യോക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. നല്ലൊരു കളറുമാണ്. നമുക്ക് ഈ ഒരു പാറ്റേൺ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ആണ് ലെങ്ത് വരുന്നത്. യോക്ക് നല്ലപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് മെയിൻലി വർക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയാണ് യോക്ക് കാണാനായിട്ട്. യോക്ക് മാത്രമല്ല, ഫാബ്രിക് ആണെങ്കിൽ പോലും അത്ര ബെസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. ടോപ്പ് വിത്ത് ലൈനിങ്, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ സൈഡ് സ്ലിറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ കുർത്തീസൊക്കെ അവൈലബിൾ ആക്കുന്നത്. എനിക്ക് ഈ ഒരു പാറ്റേൺസ് ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.